$60 ബില്യൺ കരാറുകൾ ഒപ്പുവെച്ച് സൗദിയിലെ റിയാദിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന് കൊടിയിറങ്ങി. ഇന്ത്യയിലേക്കും FII ഉടനെത്തിയേക്കുമെന്ന് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് മേധാവി റിച്ചാർഡ് അറ്റിയാസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. FII ലോകത്തെ പ്രധാന പ്രതിസന്ധികളിൽ പരിഹാരം തേടാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യൻ പ്രാതിനിധ്യം വർദ്ധിക്കണമെന്നും ചൂണ്ടിക്കാട്ടി. 4 വർഷമായി മീഡിയ വണ്ണുമായുള്ള FII പാർട്ണർഷിപ്പ് മനോഹരമാണെന്നും റിച്ചാർഡ് പറഞ്ഞു. I'm so happy to see that at the closing session of FI9, 99.9% of the people in the room are optimistic. Oh, yeah. More importantly, your colleagues, the journalists, who are always pessimistic, are optimistic. Yeah. So this is an amazing light for the world and for humanity. And you need to convey the message to the world, including the Indian people. You are a great nation, 1.2, 1.3 billion people. You need prosperity in India. You have talented people, you have a country of innovation, country of disruption. So definitely we need to have more Indians to be more part of the global conversation. So you can be a great conveyor of this message. The Indian people are most welcome, not only in Saudi Arabia, but in FII and all FII conferences, which will help us also to come to India, inshallah. And about the Asia version? We are exploring many options, but definitely Tokyo this year, and we'll see what we'll be doing next year. വിവരങ്ങൾ നൽകാനായി റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാനാണ് ചേരുന്നത്. അഫ്താബ്, വളരെ വിജയകരമായി FII കൊടിയിറങ്ങിയിരിക്കുകയാണ്. വലിയ നിക്ഷേപ സാധ്യതകളും അവസരങ്ങളും തുറന്നിട്ടുകൊണ്ടാണോ FII അവസാനിച്ചിരിക്കുന്നത്? ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവിൻ്റെ 9ാം എഡിഷൻ അവസാനിക്കുന്ന സമയത്താണ് അതിൻ്റെ ആക്ടിംഗ് CEO, FI ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആക്ടിംഗ് CEO റിച്ചാർഡ് അറ്റിയാസ് മീഡിയ വണ്ണുമായി അല്പസമയം ചിലവഴിച്ചത്. അതിൽ അദ്ദേഹം മീഡിയ വൺ CEO മുഷ്താഖ് അഹമ്മദ്, ഒപ്പം തന്നെ GCC ജനറൽ മാനേജർ സൊവാബ് അലി എന്നിവരുമായി മീഡിയ വണ്ണുമായിട്ടുള്ള പാർട്ണർഷിപ്പ് വരും വർഷങ്ങളിൽ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഉച്ചകോടിയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞ കരാറുകളാണ്. അതിൽ പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായി കൂടുതൽ സഹകരണത്തിലേക്ക് പോകുവാൻ FII ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതിൻ്റെ സൗദി അറേബ്യയിൽ ഇപ്പോൾ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവിൻ്റെ എഡിഷനുകൾക്ക് സമാനമായിട്ടുള്ള എഡിഷൻ ഇന്ത്യയിലേക്കും കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ശ്രമങ്ങൾ തുടരുമെന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഈ ഉച്ചകോടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത് സൗദി അറേബ്യയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്നറിയപ്പെടുന്ന ഗവൺമെൻറ്റിന് എണ്ണ ഇതര മേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തുവാനുള്ള പ്രധാനപ്പെട്ട സ്രോതസ്സാണ് PIF എന്നറിയപ്പെടുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിന് കീഴിലാണ് ഓരോ വർഷവും സൗദി അറേബ്യയിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് നടന്നു വരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലേക്കുള്ള പദ്ധതികളിലേക്ക് വൻകിട കമ്പനികളെ ആകർഷിക്കൽ ഈ ഉച്ചകോടിയുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മറ്റൊന്ന്, ലോകത്തെ വ്യത്യസ്തമായ പശ്ചിമേഷ്യയിലെ ഗസ ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളിലേക്കും ഒപ്പം തന്നെ അതിൻ്റെ പ്രശ്നപരിഹാരങ്ങളിലേക്കും വെളിച്ചം ചൂണ്ടുന്നതായിരുന്നു ഇതിലെ വ്യത്യസ്തമായ സെഷനുകൾ. ഇതിൽ ഇന്നിപ്പോൾ ഏതാണ്ട് ഒപ്പിട്ടിരിക്കുന്നത് $60 ബില്യൺ കരാറുകളാണ്. അത് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ലോകത്തെ വിവിധ വ്യവസായ പ്രമുഖർ, കമ്പനികൾ, ഒപ്പം തന്നെ രാഷ്ട്രങ്ങൾ ഇവരുമായി വ്യത്യസ്ത കരാറുകളിലാണ് ഈ തരത്തിലുള്ള കരാറുകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യയിൽ തന്നെ കഴിഞ്ഞ പല ഘട്ടങ്ങളിലായി പ്രഖ്യാപിച്ച വൻകിട പദ്ധതികളിലുള്ള സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കം അത് സൗദി അറേബ്യയെ വല്ലാതെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരേ സമയം വൻകിട പദ്ധതികളിലേക്ക് ഒരേ സമയം ഫണ്ട് ഫ്ലോ എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നം ഈ രാഷ്ട്രത്തിന് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വിഷൻ 2030യുടെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള 2034 വേൾഡ് കപ്പ് വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്തമായ പദ്ധതികളിലേക്ക് ഫണ്ട് കണ്ടെത്തേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യം പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ചില പദ്ധതികളിലേക്ക് അതിൻ്റെ ഫണ്ട് ഒന്നിച്ച് ഒഴുകുന്നതിൽ തടസ്സം നേരിടാനുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വ്യത്യസ്തമായ മേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തുവാൻ ഇപ്പോൾ സൗദി അറേബ്യ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലോജിസ്റ്റിക്സ് മേഖലയാണ്, മറ്റൊന്ന് മൈനിങ് ഖനന മേഖലയാണ്, മറ്റൊന്ന് മക്ക മദീന ഉൾപ്പെടുന്ന റിലീജിയസ് ടൂറിസം കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഫണ്ടിംഗ് ആണ്. ഇതിൽ നിന്നും ഏതാണ്ട് $200 ബില്യണിലേറെ വരുമാനമായി സൗദി അറേബ്യ വരും വർഷങ്ങളിൽ കണ്ടെത്തുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലുമുണ്ടായ FII ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ നടന്ന ഈ കോൺഫറൻസിലെ പ്രധാനപ്പെട്ട ധാരണ. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള പദ്ധതികളിലേക്കുള്ള ഫണ്ട് ഫ്ലോ കുറയുകയാണെങ്കിൽ ഇതുവഴി അത് കണ്ടെത്താമെന്നുള്ളതാണ് ഇപ്പോൾ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ അവർ കണ്ടുവച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗം. ഇത് എത്രമാത്രം വിജയകരമാകുമെന്നുള്ളതാണ് ഇനി ഉയരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യവും. ഏതായിരുന്നാലും FII ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് അവസാനിക്കുമ്പോൾ സൗദി അറേബ്യയിലെ പുതിയ സാധ്യതകൾ വീണ്ടും ലോകം അറിയുകയാണ്. ലോകത്തിലെ വിവിധ നിക്ഷേപ കമ്പനികളെ അതിലേക്ക് എത്തിക്കുകയാണ്. ഇത്തവണ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രാതിനിധ്യം വളരെ
വളരെയധികം കൂടുതലായിരുന്നു. നേരത്തെ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അത് വർദ്ധിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണം US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ FI എഡിഷൻ പ്രത്യേകമായി നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏഷ്യൻ രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് അവർ ആഗ്രഹിച്ചത്. ഇന്ത്യയിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുവാനും FI ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗ്രഹിക്കുന്നതായി CEO നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 4 ദിവസം നീണ്ട ഏതാണ്ട് 9,000-ഓളം പ്രതിനിധികൾ പങ്കെടുത്ത 21 രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്ത 250-ഓളം മന്ത്രിമാർ പങ്കെടുത്ത FI ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന് ഇവിടെ സമാപനമാവുകയാണ്.